സമ്പാന ഗ്രാമത്തിലെ കാടിനുള്ളിൽ ഒരു പള്ളി ഉയർത്തപ്പെട്ടു, ചുമരുകളില്ലാതെ. അതിന്റെ വെഞ്ചരിപ്പിനും ആഘോഷത്തിനുമായി തലേദിവസം തന്നെ ഞങ്ങൾ അവിടേക്ക് യാത്രയായി. സമ്പാനുവിലേക്കുള്ള യാത്ര അത്ര എളുപ്പമല്ല. എന്നാൽ അവിടെ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ ഓർക്കുമ്പോൾ യാത്ര ഒരു ഹരമായി മാറുന്നു. പതിവിന് വിപരീതമായി ഇത്തവണ ചില അനുഗ്രഹങ്ങളുണ്ടായി. ഒരച്ഛന് പകരം ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു, ഞാനും റിൻസനച്ഛനും. കൂടാതെ 2 സിസ്റ്റേഴ്സും ഞങ്ങളുടെ പല ഗ്രാമങ്ങളിൽ നിന്നുള്ള 35 പേരുടെ ഒരു സംഘവും. അത് സമ്പാന ഗ്രാമക്കാർക്ക് വലിയൊരു പ്രോത്സാഹനമായിരുന്നു. വഞ്ചിയിൽ ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നപ്പോൾ ദൈവാനുഗ്രഹത്തിൽ ഒരു ബോട്ട് തന്നെ യാത്രയ്ക്ക് ലഭിച്ചു. അതുകൊണ്ട് ശാരീരിക പരിക്കുകൾ ഒഴിവായി കിട്ടി. ബോട്ടിൽ എത്തിക്കിട്ടാൻ അല്പം കഷ്ടപ്പെട്ടെങ്കിലും സമ്പാനുവിൽ ഞങ്ങൾ വൈകിട്ട് 4 മണിക്ക് എത്തിയത് മൂലം അല്പം ഭവന സന്ദർശനങ്ങൾക്ക് അവസരം ലഭിച്ചു. ഇപ്രാവശ്യം അന്തിയുറങ്ങാൻ ലഭിച്ച ഭവനം മണൽപ്പുറത്തല്ല, കുന്നിൻ മുകളിലായിരുന്നു. ആരോ പറഞ്ഞു മുതലയ്ക്ക് പകരം മലമ്പാമ്പിന്റെ ശല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന്. അയച്ചവൻ തന്നെ തുണ. ചിലർ വലിയവരാണെങ്കിലും എപ്പോഴും നമ്മുടെ കൂടെയുള്ളവരാണെങ്കിൽ നമുക്ക് അവരുടെ വിലയറിയില്ല. ഏറ്റവും വലിയ ഉദാഹരണമാണ് ദൈവം. ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നവർക്ക് പോലും ദൈവത്തിന്റെയോ അടുത്തിരിക്കുന്നവന്റെയോ വില അറിയില്ല. അവരുടെ വില അറിയാൻ നമുക്ക് പല മാനദണ്ഡങ്ങളുമുണ്ട്. എത്ര വലിയ മനുഷ്യത്വത്തിന് ഉടമയാണെങ്കിലും ലളിതമായി വസ്ത്രം ധരിച്ചെത്തുന്നവരോട് നമുക്ക് ബഹുമാനം ഉണ്ടാകില്ല. സമ്പാനുവിലെ പള്ളി പ്രസിഡന്റും ഭാര്യയും ഇപ്പോഴാണ് മാമോദിസയ്ക്ക് ഒരുങ്ങുന്നത്. അവരുടെ മക്കൾ നേരത്തെ മാമോദിസ കഴിഞ്ഞവരാണെങ്കിലും അവരുണ്ടാക്കിയ പള്ളിയിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾക്കൊള്ളാത്തത് മൂലം പുറത്തെ മാവിൻ തണലിലായിരുന്നു കുർബാനയും മാമോദിസയും നടത്തപ്പെട്ടത്. അവരെന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ വില നോക്കി നാം അയാളെ വിധിക്കുന്നു. ഇവിടെ ചെരുപ്പ് കാലിന്റെ സംരക്ഷകനായല്ല, പൊങ്ങച്ചത്തിന്റെ പ്രതീകമായി മാറുന്നു. ഒരാൾ ചെരുപ്പിടുന്നത് തന്റെ സുഖത്തിനല്ലേ, അല്ലാതെ മറ്റുള്ളവരെ സുഖിപ്പിക്കാനല്ലല്ലോ. ഒരാൾ വസ്ത്രം ധരിക്കുന്നത് അയാൾക്ക് സംരക്ഷണം ലഭിക്കാനല്ലേ, അല്ലാതെ മറ്റുള്ളവർക്ക് കാഴ്ചവസ്തുവാകാനാണോ? ഇവിടെ എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് അവരുടെ ബഹുമാനം നാം നൽകുവാൻ മടിക്കുന്നത്? കാരണം അവരനിൽ നാം ഈശ്വരനെ കാണുന്നില്ല. കാണുന്നത് അവരുടെ മുടി, മൂക്ക്, വസ്ത്രം, ചെരുപ്പ് ഒക്കെയാണ്. മനുഷ്യന്റെ ഔന്നത്യം വെറും വസ്തുക്കളിൽ മാത്രമാകുന്നു. ഇതിനെ അതിജീവിക്കണമെങ്കിൽ നാം ഈശോയെ പോലെ മറ്റുള്ളവർക്കായി ജീവിക്കണം. മനസ്സാന്തരപ്പെട്ട ഒരു കള്ളനും മുതലയുടെ കടിയേറ്റ് രക്ഷപ്പെട്ട സുഗണ്ട്രീനയും ദൈവസ്നേഹത്തിന് സാക്ഷ്യമറിയാൻ വന്നത് കേൾവിക്കാർക്ക് പ്രചോദനമായി. സമ്പാനുവിലെ പള്ളിയോടൊപ്പം അവിടുത്തെ ജനങ്ങളും വിശ്വാസവും വളരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്.